കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണ് അല്ലേ? അപ്പൊ ഞാൻ ഈ കാക്കേനെ പറ്റി എന്തെങ്കിലും പറഞ്ഞ ആരൊന്നും വിചാരിക്കണ്ട, അത് നാണയം കണ്ടിരിക്കണേ. ഏതായാലും സമയക്കുറവുണ്ടായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങളൊക്കെ വലിയ സേവനം ചെയ്തവരാണ്, എല്ലാ നിലക്കും 24 മണിക്കൂർ സേവനം ചെയ്തവരാണ്. ഓരോരുത്തരും ചെയ്ത സേവനങ്ങൾ എണ്ണി പറയേണ്ടി വരും. റൂഫൊക്കെ ചെയ്ത സേവനം, അതുപോലെ തന്നെ ഓരോരുത്തരും എല്ലാ ആളുകളും ഒരാൾ പേരുണ്ടായി എന്റെ പറഞ്ഞില്ലാന്ന് പറഞ്ഞത് എല്ലാവരും വീൽ ചെയറിൽ ആജിമാരെ തോമ ചെയ്ത ആളുകളുണ്ട്, ആജിമാർക്ക് ഭക്ഷണം കൊടുത്തവരുണ്ട്, അറമ്പിൽ കൊണ്ട് സേവനം ചെയ്തവരുണ്ട്, അസീസിയെ പോയി കഞ്ഞി കൊടുത്ത ആൾക്കാരുണ്ട്, അറഫയിൽ പോയ ആളുകളുണ്ട്. നമ്മുടെ കാക്കിയിലെ ടീമാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ വർഷത്തെ ഹജ്ജ് സേവന രംഗത്ത് വിനായിലേക്ക് നമ്മുടെ വളണ്ടിയർമാർക്ക് പോകാൻ ഒരു ഓപ്പൺ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. കാരണം നമ്മളെല്ലാവരും പേടിച്ച് പരിഭ്രമിച്ചെന്നപ്പോ പപ്പൂസിന്റെയും നജീബിന്റെയും നേതൃത്വത്തില് അവര് സധൈര്യം മുന്നോട്ട് വരികയും വിനായിലേക്ക് 2 കൽപ്പിച്ചു പോകേണ്ടത്. അങ്ങനെ അവര് 10 ആള് ചെന്നപ്പോ നമുക്ക് ധൈര്യം വന്നു. കുറച്ച് 10 ആളും കൂടെ പോയി, പിന്നെ 50 ആള് പോയി. അങ്ങനെയാണ് ജിദ്ദയിൽ നിന്നുള്ള ആളുകൾ വന്നത്. അതുപോലെ അങ്ങനെയാണ് അറഫയിൽ നമ്മൾ പോയത്. നമുക്ക് ഈ വർഷത്തെ ഒരു എൻട്രി ഉണ്ടാക്കുന്നത് കാക്കിയ കമ്മിറ്റിയാണത്. അത് പ്രാവശ്യമുണ്ട്. ഇത് ചെയ്യുന്ന എല്ലാ സേവനങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ടത് ഉദാശയാണ്. അതുപോലെ തന്നെ ഞാൻ ആളെ കാണിച്ചിട്ടില്ല. ഈ കാക്കിയ ഏരിയ കമ്മിറ്റിപ്പെട്ട ഒരാൾക്കാണ് ഒരു ഉമ്മ മൂതര ഊരി കൊടുത്തത്. ആ ഉമ്മയെ വീൽ ചെയറിനല്ലേ. അപ്പൊ ആ സഹോദരൻ പറഞ്ഞു, വേണ്ട, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന മതി, അത് മാത്രം മതി. ആ ഉമ്മയുടെ കണ്ണെന്ന് വന്ന ആ കണ്ണുനീരിന്റെ പ്രാർത്ഥന മാത്രം മതി മുഴുവൻ ആൾ വളണ്ടിയർമാരുടെ വിജയത്തിന് സ്വീകരിക്കും പറയാൻ. താങ്ക് യു ടീം കാക്കിയ. അഭിനന്ദനായ